ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. രേവതി പുറത്തിങ്ങനെ മാറി നിന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇപ്പൊ കരയുന്നത്? എന്താ ഞാൻ കരയാൻ വേണ്ടിട്ട് ഇനിയിപ്പോ ആരുടെയും പെർമിഷൻ എടുക്കണോ? എന്താ ഇപ്പൊ അതിന് മാത്രം ഉണ്ടായത്? നീ വാ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം സച്ചി പറയുമ്പോ എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിക്കുക. അപ്പൊ നീ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് എന്താ കാര്യം? പോയ മര്യാദയൊക്കെ തിരിച്ചു കിട്ടുമോ? ഇപ്പൊ അതിന് മാത്രം നിന്റെ എന്ത് മര്യാദ ഇവിടെ നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഒരു കുടിയന്റെ ഭാര്യയ്ക്ക് എന്ത് മര്യാദയാണ് വീട്ടിൽ കിട്ടുക? രേവതി, ഞാന് ഇവിടെ എന്താ കുടിച്ചിട്ട് ആകെ തളർന്ന് കിടക്കുമൊന്നുമല്ലല്ലോ, ജസ്റ്റ് ഒരു പെഗ് അത്രേ ഉള്ളൂ, ഒരു ജ്യൂസ് കുടിച്ചാൽ അതുപോലെ തോന്നുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ അപ്പൊ നിങ്ങൾ പഴക്കടയിൽ പോയിട്ടാണോ ഇത് കുടിച്ചത്? രേവതി, ഞാൻ അതിന് മാത്രം ഒന്നും കുടിച്ചിട്ടില്ല. ഒരു ബോട്ടിലിന്റെ അളവ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതില് ഒരു ടീ ഗ്ലാസിന്റെ അത്രേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. ഓഹോ അങ്ങനെയാണല്ലേ. അന്ന് സാമ്പാറിൽ പല്ല് വീണു എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ ചീത്ത വിളിച്ചില്ലേ? ആ വലിയ പാത്രത്തില് സാമ്പാറില് ഒരുപാട് വേറെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയൊരു പല്ലിയല്ലേ വീണിട്ടുണ്ടായിരുന്നുള്ളൂ, അതിനെടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിച്ചുകൂടായിരുന്നോ? എന്തിനാ നിങ്ങൾ അത് മൊത്തമായിട്ട് എടുത്ത് കളഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ എടി അതിനകത്ത് മൊത്തം വിഷമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത്. നിങ്ങളിപ്പം ഇത് കുടിക്കുന്നത് വലിയ ഗ്ലാസ്സിലായാലും ശരി ചെറിയ സ്പൂണിലാണെങ്കിലും ശരി വിഷം തന്നെയല്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുടി ഒരിക്കലും നിർത്താൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിണ്ടാതെ റൂമിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങിക്കൂടെ? വെറുതെ ആവശ്യമില്ലാതെ സച്ചിൻ എന്താ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് നീ പറയുന്നത്? പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വന്നത് ആ പെണ്ണ്, തെറ്റ് ചെയ്തത് അവര്. അത് ചോദ്യം ചെയ്തത് തെറ്റാണോ? ചോദിച്ചത് ഒരിക്കലും തെറ്റല്ല, പക്ഷെ നിങ്ങൾ കുടിച്ചിട്ട് വന്ന് ചോദിച്ചില്ലേ, അത് തെറ്റാണ്. എന്തൊക്കെയാണെങ്കിലും ഞാൻ ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ ചോദിച്ചെന്ന് സച്ചി പറയുമ്പോൾ കുടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരിക്കലും ന്യായമായിട്ട് ആരും കണക്കാക്കില്ല. കുടിയൻ വെറുതെ എന്തൊക്കെയോ പുലമ്പുന്നതായിട്ട് തോന്നുള്ളൂ. നീ ചുമ്മാ എന്നെ കുടിയെന്നൊന്നും വിളിക്കരുത്, ഞാൻ നല്ല സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. അത് ആരും നോക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ കുടിച്ചിട്ട് വണ്ടി ഓട്ടിയിട്ട് നേരെ ഇങ്ങോട്ടല്ലേ വന്നത്? അതെ, നല്ല രീതിയിൽ ഞാൻ ഓടിച്ചു വന്നതെന്ന് സച്ചിയും പറയണേ. പക്ഷേ രേവതി തിരിച്ച് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വഴിയിൽ നിന്ന് നിങ്ങളെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതുപോലെ വിടുവോ, അതോ കുടിച്ചതിന് ഫൈന് കെട്ടിക്കോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനില്ല. ഓൾറെഡി നിങ്ങൾ ശ്രുതിയുടെ മുമ്പിൽ എന്നെ തല കുനിക്കുന്ന അവസ്ഥയിലാക്കി തീർന്നു. ഇപ്പൊ പുതിയൊരു മരുമകൾ വന്നു, അവളുടെ മുമ്പിലും എന്നെ നിങ്ങൾ തല കുനിപ്പിച്ചില്ലേ? എനിക്കാണ് മൊത്തം അപമാനം വരുന്നെന്നുള്ള കാര്യം പറയുമ്പോൾ നീ അതൊന്നും കാര്യാക്കണ്ട. അവള് എങ്ങനത്തെ കാര്യത്തിൽ ആണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ശരിക്കും വിശക്കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് തുല്യമാണ്. അവള് അഹങ്കാരത്തോട് കൂടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, അതിനാരും ചോദ്യം ചെയ്തില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ വന്നിരിക്കുന്ന അവസ്ഥ അങ്ങനെയായിരുന്നു. വർഷ സംസാരിക്കുന്നത് കേട്ടിട്ട് അച്ഛൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി സംസാരിച്ച് വന്നായിരുന്നു. പക്ഷേ നിങ്ങൾ കുടിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് അച്ഛൻ അത് സ്റ്റോപ്പ് ചെയ്യുകയും അവിടുന്ന് വിഷമിച്ച് പോവുകയാണ് ചെയ്തത്. അച്ഛനും അത് അപമാനമായില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഞാൻ അച്ഛനെ അപമാനിച്ചു എന്നാണോ? ഇല്ലാന്ന് നിങ്ങൾ പറയാൻ വേണ്ടി പറ്റുമോ? ഇതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ അപമാനമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര അപമാനമായിട്ടുള്ള കാര്യമാണ്. നോക്ക് രേവതി, ഞാനിതൊന്നും ചുമ്മാ പോയി കുടിച്ചതൊന്നുമല്ല. രാവിലെ എന്തൊക്കെയാ നടന്നെന്നുള്ള കാര്യം നിനക്കും അറിയാവുന്നതല്ലേ? ആ മധുസൂദന്റെ ഭാര്യ എൻ്റെ അടുത്ത് തട്ടിക്കേറി, എന്നിട്ട് അവരോട് തന്നെ ഞാൻ മാപ്പ് ചോദിക്കണമെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അതെനിക്ക് നാണക്കേടല്ലേ? ആ ടെൻഷൻ എനിക്ക് ഉണ്ടാവില്ലേ? ഓഹോ, ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് കുടിക്കുമല്ലേ? ഈ വീട്ടിൽ വന്ന നാൾ മുതൽ എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ അമ്മ എൻ്റെ അടുത്ത് പറയാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പോ എനിക്ക് ടെൻഷനൊന്നും വരില്ലേ? ഞാനെന്താ എല്ലാ ദിവസം പോയിട്ട് കുടിക്കുകയാണോ ചെയ്യുന്നത്? എന്നിട്ട് ചുമ്മാ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കല്ലേ. എത്രയോ പേര് വലിയ വലിയ പ്രശ്നങ്ങൾ താങ്ങിക്കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും കുടിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള വെള്ളത്തിനേക്കാൾ കൂടുതൽ മദ്യമായിരിക്കും എല്ലാത്തിനും ഉപരിയായിട്ട് കൂടുതൽ ഒഴുകുന്നത്. നിങ്ങൾ 1000 കാര്യങ്ങൾ വേണം പറഞ്ഞോളൂ, പക്ഷേ ഒരു കുടിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ബോധമില്ലാതെ സംസാരിക്കുന്നേ പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ബോധമുണ്ടെന്ന് സച്ചി പറയുമ്പോൾ എത്രയോ തവണ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, സംസാരിക്കലേ പ്രശ്നം ഉണ്ടാക്കലേ ഉള്ളു പോയെന്ന്. നിങ്ങൾ എൻ്റെ വാക്ക് ഒന്ന് കേൾക്ക പോലും ചെയ്തില്ലല്ലോ. എല്ലാവരുടെയും മുമ്പിൽ ഞാനാണല്ലോ തന്നെ കുനിച്ച് നിൽക്കുന്നത്. ഈ നാട്ടിലെ ഓരോ ദിവസം ഏറ്റവും കൂടുതൽ അപമാനപ്പെട്ട് നിൽക്കുന്നത് ആരാണെന്നുള്ള കാര്യം അറിയോ? ഒരു കുടിയന്റെ ഭാര്യ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയിട്ട് കുടിക്കാം, പക്ഷെ ചുറ്റിനുള്ള ആൾക്കാർ ഈസി ആയിട്ട് എന്താ പറയാന്നുള്ള കാര്യം അറിയോ? അവന്റെ ഭാര്യ ശരിയായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും പോയി കുടിക്കില്ല എന്നാണ്. ഞാൻ ശരിയല്ലാത്തവളാണോ? പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും സച്ചിക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. സച്ചി റൂമിലേക്ക് കയറി പോവാണ്. അതിന്റെ പുറകെ തന്നെ രേവതിയും ചെല്ലുന്നുണ്ടേ.
ഭർത്താവ് കുടിച്ചിട്ട് വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ മാപ്പ് ചോദിച്ച് അവരുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്നത് ഭാര്യയാണ്. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് രാവിലെ ഹായ് ബായ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകും. എന്നാൽ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റാത്ത വിധം എന്തോ ഒരു അപമാനമായിരിക്കും എനിക്കുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? ഇനി പുറത്ത് വന്നു കഴിഞ്ഞാലും ഓരോരുത്തരും നോട്ടം കാണുന്ന സമയത്ത് 100 സൂചി വെച്ചിട്ട് നമ്മളെ കുത്തുന്നത് പോലെ നമുക്ക് വേദനിക്കും. അതൊന്നും നിങ്ങൾക്കൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സജ്ജി ശരി അത് വിട്, നീ ഇപ്പൊ ഇത്ര എന്തിനാ ഫീൽ ചെയ്യുന്നുള്ള കാര്യം ചോദിച്ചിട്ട് തൊടുന്ന സമയത്ത് തൊട്ടു പോകരുത് തന്നെ എന്ന് പറഞ്ഞിട്ട് കൈ മാറ്റുകയാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ. എന്റെ വേദനയും കഷ്ടപ്പാടൊന്നും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. ഒരു ദിവസം ഒരു കുടിയന്റെ ഭാര്യയായിട്ട് നിന്ന് നോക്കണം ആ സ്ഥാനത്ത് നിന്ന്, അപ്പോഴേ നിങ്ങൾക്ക് എന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? രാവിലെ എണീക്കുമ്പോഴേക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മറക്കും. എന്തായാലും എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതി കിടക്കാൻ വേണ്ടി പോവാണേ. രേവതി നീയും വന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട, എനിക്ക് സമാധാനമായിട്ട് എന്നെ ഉറങ്ങാനെങ്കിലും നിങ്ങളൊന്ന് വിട്ടാൽ മതി എന്ന് പറയുകയാണേ. അങ്ങനെ സച്ചിയും ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് വർഷ രേവതിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. രേവതി ആണെങ്കിൽ വർഷയ്ക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കോഫി കൊടുത്ത് പോകുന്ന രേവതിയുടെ അടുത്ത് ചേച്ചി സത്യമായിട്ട് പറയാണ്, ഇത്രയും യൂണിക് ആയിട്ടുള്ള കോഫി ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ കുടിച്ചിട്ടില്ല. ചേച്ചി ഉണ്ടാക്കുന്ന കോഫി അടിപൊളിയാണ്. ശ്രീകാന്ത് കാറ്ററിംഗ് അല്ലേ പഠിച്ചത്, പക്ഷെ ഇത്രയും സൂപ്പറായിട്ട് അവൻ പോലും കോഫി ഉണ്ടാക്കിയിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. ചേച്ചി കോഫി ഉണ്ടാക്കുന്നതിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. എന്നിട്ട് കോഫി കുടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വർഷ പറയുന്നുണ്ട്, ഇന്നലെ നൈറ്റിൽ കുറച്ച് പ്രോബ്ലം ആയെന്നറിയാം, ചേച്ചിക്കും ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ടാവല്ലേ, ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതും ആര് കാരണമാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരണ്ട എന്ന് വിചാരിക്കുന്നു. ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ചേച്ചി, ആരാണ് ഞങ്ങളെ ബ്ലെയിം ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാലോ. ചേച്ചിയുടെ ലൈഫിൽ ഇങ്ങനെ ഓരോരോ പ്രോബ്ലം എന്നും ഉണ്ടാവുമല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് വിഷമാവുന്നുണ്ടെങ്കിൽ ചൂടാറിപ്പോവും. കോഫി നല്ലതാന്നല്ലേ പറഞ്ഞ് കുടിക്കാൻ വേണ്ടി പറയണേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും വരുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്കും ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ശ്രുതി. അത് കഴിഞ്ഞ് രേവതി ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ ഇരിക്കും, കോഫി എടുത്തിട്ട് ഞങ്ങളെ കൂടെ കുടിക്കാൻ വേണ്ടി പറയുകയാണേ. വേണ്ട ഞാൻ പിന്നെ കുടിച്ചോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇരിക്കി, എത്ര നേരം ജോലി ചെയ്യുന്നത്, കുറച്ച് ബ്രേക്ക് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുകയാണേ. കോഫി നല്ലതല്ലേ ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ ശ്രുതിന്റെ അടുത്ത്. ഇത് ഡെയിലി കുടിക്കുന്ന കോഫി അല്ലേ എന്നുള്ള കാര്യം ശ്രുതി മറുപടി കൊടുക്കുകയാണ്. അതെ, പക്ഷെ നല്ലതല്ലേ? അതെ നല്ലതാണ്. ഒരു വിഷയം നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചേച്ചിക്ക് കുക്കിംഗ് അറിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത്. കുറച്ചൊക്കെ അറിയാന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതിന് ശ്രീകാന്ത് നന്നായിട്ട് കുക്ക് ചെയ്യല്ലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. നിങ്ങളുടെ ഹസ്ബൻഡിന് കുക്കിംഗ് അറിയോ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആർക്ക് ശ്രുതിക്കോ? ഒരു ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അതിന് അവൻ എന്താ എന്റെ അടുത്ത് ചോദിച്ചെന്ന് അറിയോ? എന്താ ചോദിച്ചെന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് വേണോ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടുപ്പ് കത്തിച്ചിട്ട് വേണോ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കണേ. ആഹാ, അത് കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ട് ആണല്ലോ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ആദ്യം ഏത് ചെയ്യണം എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ചിരിക്കാണ് കേട്ടോ. ശ്രുതിയേക്കാളും കഷ്ടമാണല്ലോ വർഷ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ട്, രവി ചേച്ചി എപ്പോഴാ കുക്കിംഗ് ഒക്കെ പഠിച്ചത്? എപ്പോഴാന്നൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല, ചെറുപ്പം മുതലേ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ചേച്ചി ഭയങ്കര ലക്കിയാണ്. എന്തായാലും ചേച്ചിയുടെ ഹസ്ബൻഡ് കുക്ക് ചെയ്യോ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അവര് ഓരോ ദിവസം എന്തൊക്കെയാ ചെയ്യാന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇന്നലെ തന്നെ കുടിച്ചിട്ട് എന്നുള്ള കാര്യം പറയുകയാണേ. ശരി, ഓക്കെ, ലീവ് ഇറ്റ്. ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ചേച്ചി ഇന്നലെ ശ്രീകാന്തും നിങ്ങളുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് ബീർ കുടിച്ചെന്നുള്ള കാര്യം സച്ചിയേട്ടൻ പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് മുമ്പേ അറിയായിരുന്നോ? ഇല്ല, നൈറ്റിലാണ് ഞാൻ അറിഞ്ഞത്. ശ്രീകാന്തിന്റെ അടുത്ത് ഞാൻ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ അന്ന് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് കുടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത്. നിങ്ങളുടെ ഹസ്ബൻഡ് ഡെയിലി കുടിക്കുവോ? ചേച്ചി അങ്ങനെയൊന്നുമില്ല, അവരും അന്ന് മാത്രമാണ് കുടിച്ചത്, അതും കമ്പൽ ചെയ്തുകൊണ്ട്, അല്ലാതെ ശ്രുതിക്ക് അങ്ങനത്തെ പഴക്കമൊന്നുമില്ല. ഇപ്പോഴേ കൺട്രോളിൽ വെച്ചോളണം ശ്രുതി ചേച്ചി, അല്ലെങ്കിൽ രേവതി ചേച്ചിന്റെ ഹസ്ബൻഡിനെ പോലെ അവരും കുടിക്കാൻ തുടങ്ങും. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് വർഷയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ മുഖത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞാന് ചേച്ചിയെ പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞതല്ല, കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞതാണ്. തുടർന്ന് ശ്രുതി, വർഷ എന്റെ ഹസ്ബൻഡ് ഒരിക്കലും അങ്ങനെയൊന്നും പോവില്ല, എനിക്കൊരു കാര്യം ഇഷ്ടമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്കേ പോവില്ല. ഇത് കേൾക്കുമ്പോൾ വർഷയും പറയുന്നുണ്ട്, ശ്രീകാന്തും അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞ കേൾക്കും. ബട്ട് ചേച്ചിയുടെ വിഷയം അങ്ങനെയല്ല, ചേച്ചിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് കുടിക്കും എന്നുള്ള കാര്യം ശ്രീകാന്ത് പറഞ്ഞു. അതുകൊണ്ട് ചേച്ചിന്റെ മേലെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാനും ശ്രുതി ചേച്ചിയും ഇപ്പോഴേ കൺട്രോളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ പോലെ ആവില്ല. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ശ്രുതി നമ്മുടെ രേവതിയെ കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് വർഷ, നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ കൺട്രോളിൽ വെച്ചിരിക്കണം.
യെസ്, കറക്റ്റ്. രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് ബ്രേക്കേ ഇല്ലാത്ത വാട്ടർ ടാങ്ക് പോലെ. ഇനി അവരെ കൺട്രോൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡ് ലൈക്ക് ബ്രാൻഡ് ന്യൂ കാർ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ചേച്ചി എന്തായാലും പെട്ടു, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് എസ്കേപ്പ് ആയി എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കൈ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ സങ്കടമാവുന്നുണ്ട്. അതേസമയം ഇവരുടെ ചിരി കേട്ടും കൊണ്ടാണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതി നോക്കുന്ന സമയത്ത് 3 പേരും കൂടി ചേർന്ന് ചിരിക്കുകയാണ്. രേവതിയും ഇവരുടെ കൂടെ ഇങ്ങനെ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അതിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം 3 മരുമക്കളും ഒന്നായിട്ട് ഇനി അമ്മായിമ്മയ്ക്ക് പണി കിട്ടുമോ എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുവാണേ, ഷോക്കായിട്ട്. ഇത് ശരിയല്ലല്ലോ, വീട്ടിലെ മരുമക്കൾ ഒന്നായിട്ട് ചിരിച്ച് സംസാരിക്കുന്നു, അമ്മായിമ്മയുടെ നില ശരിയല്ലാതാവുമല്ലോ. അത് പോരാത്തതിന് രേവതിയാണെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു. ഇവരെല്ലാവരും ഒന്നായിട്ട് വിട്ടു കഴിഞ്ഞാൽ എനിക്കാണല്ലോ ആപത്ത് എന്നൊക്കെ പറയണേ. അങ്ങനെ ആ ചന്ദ്രമണിയുടെ നിപ്പും കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. ആ നിപ്പ് കാണുന്ന സമയത്ത് രവി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ എന്തോ കാണാൻ പാടില്ലാത്തത് കണ്ട പോലെ നിൽക്കുന്നുണ്ടല്ലോ, ഷോക്ക് അടിച്ചതുപോലെ. എന്തായിരിക്കും ഇവള് നോക്കുന്നതെന്നുള്ള കാര്യം അരികെ ചെന്ന് നോക്കുന്ന സമയത്ത് 3 പേരും കൂടി ചിരിച്ച് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ 3 പേരും കൂടി ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ഷോക്ക് അടിച്ച് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നൈസായിട്ട് ചന്ദ്രമതിയെ തട്ടിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രവി വിളിച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണേ. എന്താ രവിയേട്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല നീ എന്താ പോലെ പേ പിടിച്ച ആൾക്കാരെ മാതിരി പൂജാരിയെ നോക്കുന്ന പോലെ നോക്കുന്നത്? ഇല്ല, ഞാൻ ചുമ്മാ കോഫി ചോദിക്കാൻ ചെന്നതാണ്. കണ്ടോ 3 പേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചിരിച്ച് സംസാരിക്കുന്നത്. ഇത് കണ്ടിട്ട് സന്തോഷിക്കല്ലേ ചന്ദ്ര വേണ്ടത്, പക്ഷേ നീ ഷോക്കായിട്ട് നിൽക്കുന്നത് എന്തിനാ? ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടല്ലേ നീ ആഗ്രഹിച്ചത്? ഞാനൊന്ന് ചന്ദ്രമ ചോദിക്കുമ്പോ, അതേ 3 മരുമകൾക്കിടയിൽ സന്തോഷമായിട്ട് നിൽക്കണമെന്ന് നീ ആഗ്രഹിച്ചില്ലേ? ഇപ്പൊ നോക്ക് 3 പേര് എന്ത് സന്തോഷമായിട്ടായിരിക്കുന്നെന്ന്. ഇനി നിനക്ക് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ 3 പേരും ആർമിയെ പോലെയാണ്. നീ മാർക്കറ്റിൽ പോയാലും അമ്പലത്തിൽ പോയാലും നിന്റെ പുറകെ തന്നെ അവർ വരും. നിനക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് നടന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഞാൻ മുന്നിലും ഇവര് പിന്നിലെന്ന് വിചാരിച്ച് നടന്നതാണ്, എന്നാൽ ഇവരിപ്പോ എന്നേക്കാൾ മുന്നിലാണല്ലോ പോകുന്നത്. അയ്യോ വേണ്ട, ഞാൻ ഇവരുടെ പിന്നിൽ പോകുന്ന പോലെയാണല്ലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. തുടർന്ന് രവി പറയുന്നുണ്ട്, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് വാ. ഇല്ല അതൊന്നും വേണ്ട. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചിരിയുടെ ശബ്ദം കുറച്ച് ഓവറല്ലേ? രേവതിയാണെങ്കിൽ കൂടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അതിൽ നിനക്കെന്താ പ്രശ്നം? വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന മരുമക്കള് ഒന്നായിട്ടിരുന്നാൽ മാത്രമേ വീട്ടിലെപ്പോഴും സന്തോഷം ഉണ്ടാവുള്ളൂ. അവര് ഒത്തൊരുമയായിട്ട് നടക്കുന്നത്. നീ അത് പോയിട്ട് തൊലയ്ക്കാൻ നിൽക്കണ്ട. ഞാനെന്തിനാ അത് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർക്ക് ടൈം ആയില്ലേ പോവാനുള്ള, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതെ നീ അത് തന്നെയായിരിക്കും വിചാരിക്കുക. നല്ലതായിട്ട് ഇരിക്കുന്ന കുടുംബത്തില് നീ നാദസ്വരം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആകെ മൊത്തം പ്രശ്നമാവും. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നത് നല്ലത്. എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കോഫി വേണം രേവതി, എനിക്ക് കോഫി വേണമെന്ന് പറയാണ് അരികിലേക്ക് ചെന്നിട്ട്. ഇതാ എടുത്തിട്ട് വരാം അമ്മ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നിരിക്കുന്ന സമയത്ത് ചേച്ചി അവിടെ ഇരിക്കും. കഥ മൊത്തം കേട്ടിട്ട് പോ ചേച്ചി. ആന്റി, ഞങ്ങൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആന്റി തന്നെ പോയിട്ട് എടുത്ത് കുടിച്ചോ. ചേച്ചി അവിടെ ഇരിക്കുക എന്ന് പറയണേ. പിന്നെ നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ കഥ പറയാൻ തുടങ്ങുകയാണ്. പിന്നെ എന്തായെന്നുള്ള കാര്യം അറിയോ? എന്റെ ഫ്രണ്ട് അവളുടെ ഹസ്ബൻഡിനെ 3 ദിവസം പൂട്ടിയിട്ടു, പിന്നെ കിച്ചൺ വിട്ടിട്ട് പുറത്തേക്കേ വന്നിട്ടില്ല. എന്നിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നടന്ന എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കിച്ചണിൽ പോയിട്ട് ചായ എടുക്കുന്ന സമയത്ത് 3 പേരും നല്ല ചിരിച്ച് നല്ല ജോളിയായിട്ട് സംസാരിക്കുകയാണല്ലേ. ഇവര് 3 പേരും കൂടി ഇരുന്ന് ചിരിച്ച് സംസാരിച്ചിട്ട് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണല്ലേ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇൻസൾട്ട് ആയതുപോലെ ചന്ദ്രമതി ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. എന്തായാലും വർഷ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. ചന്ദ്രമതിയുടെ വേലയൊന്നും വർഷയുടെ കയ്യിൽ നടക്കില്ല. അതുകൊണ്ട് എന്തൊക്കെ ഇനി വരുന്ന വിശേഷങ്ങളെന്ന് ബാക്കി എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്